ഗുരുഭ്യോ നമ. അഖില ഗുരോ ഭഗവൻ നമസ്തേ. നമസ്കാരം. ദേവസൈനയിലേക്ക് സ്വാഗതം. നരസിംഹമൂർത്തി അവതരിച്ച ആ പുണ്യസ്തംഭം ഇന്നും നിലനിൽക്കുന്നുണ്ട് അഹോബിലത്ത്. ഒരു ജീവനുള്ള ശരീരത്തിന്റെ ചൂടും ഉള്ളിൽ നിന്ന് മുഴങ്ങുന്ന സിംഹഗർജനവുമായി അഹോബിലം ക്ഷേത്രത്തിലെ ആ മഹാ അത്ഭുതം. അധർമ്മം വിശ്വരൂപം പൂണ്ട ഒരു കാലഘട്ടമായിരുന്നു അത്. അസുരരാജാവായ ഹിരണ്യകശിപു താനാണ് പ്രപഞ്ചത്തിന്റെ ഏകനാഥൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അത് പ്രഖ്യാപിക്കുകയും തന്നെ ആരാധിക്കാത്തവരെ എല്ലാം ക്രൂരമായി ശിക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിൽ തന്നെ ഭഗവാൻ നാരായണന്റെ പരമഭക്തനായ പ്രഹ്ലാദൻ ജനിച്ചു, അദ്ദേഹത്തിന്റെ മകനായിട്ട്. പ്രഹ്ലാദന്റെ ഹരിഭക്തി തടയാൻ ഹിരണ്യകശിപു ആവുന്നത്ര ശ്രമിച്ചു. മലമുകളിൽ നിന്ന് തള്ളിയിട്ടും വിഷം കൊടുത്തും കാട്ടാനകളെ കൊണ്ട് ചവിട്ടിച്ചു നോക്കിയെങ്കിലും ഭഗവാൻ നാരായണന്റെ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം കൊണ്ട് പ്രഹ്ലാദനൊന്നും സംഭവിക്കുന്നില്ല. അവസാനം ദേഷ്യം മൂത്ത അസുരരാജൻ തന്റെ പുത്രനോട് ചോദിച്ചു, എവിടെയാണ് നിന്റെ ഹരി? നീ വിളിക്കുന്ന ആ ദൈവം എവിടെയാണുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ പ്രഹ്ലാദൻ വിനയത്തോടു കൂടി പറഞ്ഞു, അച്ഛാ, എന്റെ ഭഗവാൻ, എന്റെ നാരായണൻ തൂണിലും തുരുമ്പിലും ഈ ലോകത്തിന്റെ ഓരോ കണികയിലും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് പരിഹാസത്തോടുകൂടി കൊട്ടാരത്തിലെ ഭീമാകാരനായ ഒരു കൽത്തൂണ് ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു, ഇതിലും ഉണ്ടോ നിന്റെ വിഷ്ണു? ഉണ്ട് അച്ഛാ എന്ന് പ്രഹ്ലാദന്റെ ഉത്തരം കേട്ട ഉടനെ ഹിരണ്യകശിപു തന്റെ ഗദ കൊണ്ട് ആ കൽത്തൂണിൽ അടിക്കുകയും ആ നിമിഷം പ്രപഞ്ചത്തിന്റെ അതിരുകളെ വിറപ്പിക്കുന്ന ഭീകരമായ ഒരു ഗർജനം ഉയർന്നു വന്നു. അങ്ങനെ തൂണ് പിളരുകയും അതിനുള്ളിൽ നിന്ന് സിംഹത്തിന്റെ ശിരസും മനുഷ്യന്റെ ഉടലുമുള്ള അതിഭീകരമായ നരസിംഹമൂർത്തി അവതരിക്കുകയും ചെയ്തു. ആന്ധ്രാപ്രദേശിലെ കർണൂൽ ജില്ലയിലുള്ള നല്ലമലക്കാടുകളിലെ അഹോബിലം എന്ന സ്ഥലത്താണ് ഈ മഹാ അത്ഭുതം നടന്നതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഹിരണ്യകശിപു പ്രഹരിച്ച ആ കൽത്തൂണിന്റെ ബാക്കി ഭാഗമാണ് മലമുകളിലെ ഉഗ്രസ്തംഭം എന്ന് ഭക്തർ വിശ്വസിച്ചു പോരുന്നു. ഇന്നും ആ ശിലക്കെടുത്ത് ചെവി ചേർത്ത് വെച്ചാൽ ഭഗവാന്റെ ക്രോധത്തോടു കൂടിയുള്ള മുരൾച്ചയും ഒരു ജീവനുള്ള ഹൃദയത്തിന്റെ മിടിപ്പും കേൾക്കാമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഭഗവാന്റെ ചൈതന്യം ഇന്നും ആ സ്തംഭത്തിൽ സജീവമായി നിലനിൽക്കുന്നു എന്നതിന് തെളിവായി ഈ തൂണിനെ കണക്കാക്കുന്നു. ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച ശേഷം ഭഗവാൻ നരസിംഹമൂർത്തി തന്റെ നഖങ്ങളിലെ രക്തം കഴുകിയ കുളമാണത്രേ രക്തകുണ്ട. ഇന്നും ആ കുളത്തിലെ ജലത്തിന് ചുവപ്പ് കലർന്ന നിറമാണുള്ളത്. അഹോബിലം പർവ്വതനിരകളിൽ 9 ഭാവങ്ങളുള്ള നരസിംഹമൂർത്തി ക്ഷേത്രങ്ങൾ, അതിലൊക്കെ 9 ഭാവങ്ങളുള്ള നരസിംഹമൂർത്തികൾ കുടികൊള്ളുന്നു. ഗരുഡാഗിരി പർവ്വതനിരകൾ ആകാശത്തു നിന്ന് നോക്കിയാൽ ചിറക് വിരിച്ചു നിൽക്കുന്ന ഗരുഡനെ പോലെ തോന്നിക്കും വിധം ഭക്തർക്കിന്നും ആത്മീയമായ അനുഭൂതിയാണ് അഹോബിലം നൽകുന്നത്. പ്രഹ്ലാദനെ രക്ഷിക്കാൻ തൂണ് പിളർന്നു വന്ന നരസിംഹമൂർത്തി തന്റെ ഭക്തരെ കാത്തു രക്ഷിക്കാൻ ഇവിടെ ഇന്നും ചൈതന്യമായി വസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അഹോബിലം സന്ദർശിക്കുന്ന ഏതൊരു ഭക്തനും അവിടെ അനുഭവപ്പെടുന്നത് വാക്കുകൾക്ക് അതീതമായ ഒരു ആത്മീയ അനുഭൂതി തന്നെയാണ്. പ്രകൃതി ഭംഗി നിറഞ്ഞ കാടുകളും ഗുഹകളും പർവ്വതങ്ങളും കടന്നുള്ള ഈ യാത്ര നരസിംഹ ഭഗവാന്റെ സാന്നിധ്യം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തൊട്ടറിയാൻ സഹായിക്കുന്നു. ഈ പുണ്യഭൂമിയിലൂടെ നടക്കുമ്പോൾ പ്രഹ്ലാദന്റെ അചഞ്ചലമായ ഭക്തിയും അധർമ്മത്തിനുമേൽ ധർമ്മം നേടിയ വിജയവും നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കും. കഠിനമെന്ന് തോന്നുന്ന പർവ്വതപാതകൾ പോലും ഭക്തർക്ക് മനസമാധാനവും ആത്മബലവും നൽകുന്ന വഴികളായി മാറുന്നു. നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം തേടി ഓരോ വർഷവും ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ഇവിടെ എത്തുന്നത്. വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഉത്തമ ഉദാഹരണമായി അഹോബിലം ഇന്നും നിലകൊള്ളുന്നു. നന്ദി.